ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ തമ്പലയിൽ കണ്ട പോലെ ഒരു പൊരുത്ത പരിശോധനയാണ്. കാരണം എങ്ങനെയാണ് കൃത്യമായ രീതി ശാസ്ത്രീയമായ രീതിയിൽ പൊരുത്തം പരിശോധിക്കുന്നത് എന്നുള്ള രീതിയാണ്. എന്താണ് പൊരുത്തം? എല്ലാവർക്കും ഒന്നേ അറിയുള്ളൂ, 10ൽ എത്ര പൊരുത്തമുണ്ട്. അതിൽ വശ്യപ്പൊരുത്തം, ദീർഘപ്പൊരുത്തം, രാശാധിപൊരുത്തം, മഹേന്ദ്രപ്പൊരുത്തം, രഞ്ജുദോഷം, മധ്യമ രഞ്ജു, 8 പൊരുത്തവും 2 ദോഷം. പക്ഷെ ഇത് ശാസ്ത്രീയമായ രീതിയിൽ ശരിക്കും ഭാവം ചിന്തിക്കാതെ, 7ാം ഭാവം ചിന്തിക്കാതെ, മാർക്ക് ശുക്രാലും ലഗ്നാലും 2, 8, 12 അങ്ങനെ മാർക്ക് ഇട്ടിട്ട് പാപമൂല്യം നോക്കി വിവാഹം കഴിക്കുന്ന 90% ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ ശരിക്കും ഈ നക്ഷത്രപ്പൊരുത്തം പറഞ്ഞ സംഗതി ഇല്ല. ശാസ്ത്രീയമായിട്ട് 2 പേരുടെ ഗ്രഹനില വെച്ച് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു പൊരുത്തം പരിശോധിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് ജാതകപ്രകാരം തന്നെ നമുക്ക് നോക്കാം. അതായത് വീഡിയോ പരമായിട്ട് നോക്കാം. ഇത് രണരണി ഭാവം എല്ലാം മിക്സ് ചെയ്തിട്ട്, അല്ലാതെ മധ്യമരിഞ്ചു ദോഷമോ അല്ലെങ്കിൽ രാശിപ്പൊരുത്തോ എന്നൊക്കെ നോക്കിയ പോലെ അല്ല ഇത്. ഇത് കൃത്യമായിട്ട് നമുക്ക് ജാതക വിശകലനത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് പൊരുത്തം പരിശോധിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക്, അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞ ഒരു കമൻറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ പ്രേക്ഷ സബ്സ്ക്രൈബും നമ്മുടെ ഹൈപ്പ് എന്നുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യണം. കാരണം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് അവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഉണ്ട്, അതും കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷകരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, 29/4/1993 11:35 ജനിച്ച സ്ത്രീ ഗ്രഹനിലയാണ്. ലഗ്നം വന്നിരിക്കുന്ന കർക്കിടകം. ലഗ്നത്തിൽ കുജൻ, ശുക്രൻ, ഗുരു 3-ൽ, സർപ്പൻ 5-ൽ, ശനി 8-ൽ, ബുധൻ ശുക്രൻ 9-ൽ, രവി 10-ൽ, ശിഖി 11-ൽ, ശനി 12-ൽ. ഇതാണ് ശനിയല്ല മാതി 11-ൽ. ഇതാണ് സ്ത്രീയുടെ ഗ്രഹനിലെ കാലാവസ്ഥ. അപ്പൊ നമുക്ക് സ്ത്രീയുടെ ഗ്രഹനിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോ എന്താ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വേറെ ഒന്നും നോക്കാനല്ല, ആദ്യം ലഗ്നാധിപനെ നോക്കണം. ലഗ്നം കർക്കിടകത്തിന്റെ ലഗ്നാധിപനായ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ലഗ്നബന്ധത്തിൽ നിൽക്കുന്നു. അപ്പൊ ലഗ്നത്തിലേക്ക് ബലമുണ്ട്. ഒരു ശശിമംഗള യോഗം കൂടി പ്രദാനം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കുജന്റെ കേന്ദ്ര ചന്ദ്രൻ ശശിമംഗള യോഗത്തോടു കൂടി ലഗ്നാധിപൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വേറെ ഇനിയിപ്പോ നമുക്ക് വിവാഹഭാവം മാത്രം നോക്കിയാൽ മതി. എങ്ങനെയാണ് ജാതകം ചിന്തിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ശാസ്ത്രീയ രീതിയിൽ പൊരുത്ത പരിശോധനയാണിത്. കാരണം മനസ്സിലാകില്ലെങ്കിൽ 2ാമത് വീഡിയോ കാണുക നിങ്ങൾ. അപ്പൊ നമ്മൾ ഏത് ഗ്രഹം എടുക്കുമ്പോൾ ലഗ്നാധിപന് ബലം വേണം. അത് വളരെ പ്രധാനമാണ്. ആ ലഗ്നാധിപൻ തന്നെയാണ് ചന്ദ്രനുമായിട്ട് യോഗം. ചന്ദ്രൻ ലഗ്നത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. വേറെ ദോഷമോ കാര്യങ്ങളൊന്നുമില്ല, അവിടെ ലഗ്നത്തിന് ബലമുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഇനി നമുക്ക് വിവാഹം ചിന്തിക്കുമ്പോൾ 7ാം ഭാവം മാത്രം നോക്കുക. നേരെ കർക്കിടക ലഗ്നത്തിന്റെ 7ാമത്തെ രാശി മകരം രാശിയാണ്. മകരത്തിന്റെ അധിപനായ ശനി. അപ്പോൾ മകരത്തിന്റെ രാശിയുടെ അധിപനായ ശനി. സ്ത്രീജാതകത്തിൽ ഗുരുവിനെ പരിഗണന കൊടുക്കണം. ഭർത്തകാരകനാണ് ഗുരു. കളത്രകാരൻ ഒരാളുണ്ട്, ശുക്രനാണ്. ആ ശുക്രനെയും ഭാര്യാകാരകൻ വ്യാഴത്തെയും പരിപൂർണമായിട്ട് നോക്കാനുണ്ട്. അങ്ങനെ 7ാം ഭവനാധിപനായ നമ്മുടെ ശനി എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് 8ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ 8 സ്വന്തം വീടായാലും ശനിക്ക് 8 ഒരു ദുസ്ഥാനമാണ്. 8ന്റെ അനുഭവം കൊടുക്കും, 8ാം ഭാവത്തിന്റെ അനുഭവം കൊടുക്കും, 7ന്റെ അനുഭവം അല്ല കൊടുക്കുക. ഇവിടെ എന്താ ചെയ്യണം? നേരെ തിരിച്ച് ഇവിടെ 7 പാവനുണ്ടെങ്കിൽ 8 ഒരു പാവനെ കൂട്ടിച്ചേർത്ത് പാപമൂല്യം കൂട്ടിക്കൊടുക്കും. അടി ഉറപ്പാണ്, അല്ലെങ്കിൽ ഡൈവോഴ്സ് ഉറപ്പാണ്. 2 പേരുടെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ 7ാം ഭവനാദിൽ 8 പോകുമ്പോൾ ആ വരുന്ന ഒരാളുടെ ജാതകത്തിൽ 7ാം ഭവനാദിൽ 8 പോവാതെയോ 12 പോവാതെയുള്ള ഒരു ഗ്രഹനില ബാലൻസ് ചെയ്ത് പോകുന്ന ഗ്രഹനില വേണം. അതുമാത്രമല്ല, ഇനി ഒരാളുടെ 8 പോയാലും രണരണി ഭാവം കൂടി ഉണ്ടോ എന്നും കൂടി നമുക്ക് പരിശോധിക്കാനുണ്ട്. ഇവിടെ നോക്കി 7ാം ഭാവം 8 പോയാലും ഈ വ്യാഴം ആരാണ്? വ്യാഴം 9ാം ഭവനാധിപനാണ്. ഒരു ഉപജയരാശിന്റെയും ഒരു ദുസ്ഥാനത്തിന്റെയും ഒരു ഭാഗ്യാധിപനുമാണ് വ്യാഴം. ആ വ്യാഴം നിൽക്കുന്ന രാശി നിന്നും 7ലേക്കുള്ള ദൃഷ്ടി. അപ്പോൾ വ്യാഴം 8 പോയി കഴിഞ്ഞാൽ ഇവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടി 7ലേക്ക് വന്നു കഴിഞ്ഞു. അതുമാത്രമല്ല, ലഗ്നാധിപനായ ചന്ദ്രന്റെ ദൃഷ്ടി, ലഗ്നാധിപന്റെ ചന്ദ്രന്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞു. അപ്പോൾ വേറെ ദുരിതങ്ങൾ എന്ന് പറഞ്ഞു വെച്ചാൽ അത് മാത്രമല്ല, ഭർത്തകാരകനും അത് 9ൽ നിന്നിട്ട് 9ൽ നിന്നുകൊണ്ട് ശുക്രന്റെയും വ്യാഴത്തിന്റെയും പരസ്പരം ദൃഷ്ടി. അത് ഭാര്യാകാരകനും ഭർത്തകാരകനും തമ്മിലുള്ള ദൃഷ്ടി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഏഴാം ഭവനാധിപൻ 8 പോയി ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കൊടുത്തു, അതൊരു സാധ്യതയാണ്. അത് മാത്രമല്ല 7 കുജന്റെ ദൃഷ്ടിയും വന്നിരിക്കുന്നു. അപ്പൊ ഈ 7 കുജശനി യോഗം അത്ര നല്ലതല്ലെങ്കിലും ലഗ്നാധിപന്റോട് കൂടിയിട്ടാണ് ഈ കുജൻ നിൽക്കുന്നത്. ആ ലഗ്നാധിപന്റെ ദൃഷ്ടി കുജന്റെ ദൃഷ്ടി ഉണ്ടെങ്കിലും ചെറിയൊരു പോരായ്മ. പിന്നെ സന്താന ഭാവം നോക്കിക്കഴിഞ്ഞപ്പോൾ സന്താന ഭവനാധിപനായ 5-ാം ഭാവം നോക്കി, സന്താനം ഭവനാധിപനായ കുജനാണെങ്കിലോ ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്തിട്ടുണ്ട്. 5ലേക്ക് ശനിബന്ധമുണ്ട്. അപ്പൊ 5ലേക്ക് ശ്രീജാതകത്തിൽ ചന്ദ്രനെയും അതേപോലെ തന്നെ നമ്മുടെ പിത്തകാരകൻ കുജനെയും സന്താനകാരകൻ വ്യാഴത്തെയും നോക്കണം. ഇവിടെ 5ലേക്ക് ശനിബന്ധം വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ 5-ാം ഭവനാധിപനായ കുജൻ ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സന്താനത്തിനും വലിയ ദുരിതങ്ങൾ കൊടുക്കില്ല എന്നുള്ളത് വളരെ ഒരു പ്രധാനമാണ്. കാരണം വലിയൊരു ദോഷങ്ങളോ കാര്യങ്ങളോ സന്താനഭാവത്തിന് ദോഷങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് സ്ത്രീയുടെ ഗ്രഹനിലയിലുള്ള ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നല്ല 10-ാം ഭാവത്തിലൊക്കെ കർമ്മപുഷ്ടിമുള്ളതാണ്. ഭാവാൽ ബുധൻ നീചത്തിലല്ല, 12ലേക്ക് 10ലേക്ക് കർമ്മസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞു. ശുക്രൻ മാത്രമേ ഉള്ളൂ യോഗം ചെയ്യുന്നത് ഈ രാശിയിൽ നിന്നാണ്. ഭാവാൽ മാറുമ്പോൾ ഈ രാശിയുടെ അനുഭവം കിട്ടുള്ളൂ. ഇതാണ് സ്ത്രീയുടെ ഗ്രഹനിലയിലുള്ള പൊതുവെ കാലാവസ്ഥ. ഇനി നമുക്ക് പുരുഷന്റെ നോക്കാം. 12/7/1989 2 PM ചോതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷ ഗ്രഹനിലയാണ്. ലഗ്നം തുലാ ലഗ്നം, ലഗ്നത്തിൽ ചന്ദ്രൻ, 3 ശനി, രവി ഗുരു 9-ൽ, ശുക്രനും കുജനും 10-ൽ, ശനി 11-ൽ, മാതി 12-ൽ, ലഗ്നത്തിൽ ചന്ദ്രൻ. നമുക്ക് ഈ ഗുളിയനെയോ ജനിച്ച ജാതകത്തിൽ ഈ സർപ്പനെയോ ഗുളിയനോ നമുക്ക് യാതൊരു ആവശ്യകതയില്ല. അതേപോലെ തന്നെ സ്ത്രീ ജാതകത്തിൽ നമുക്ക് ഈ ഗുളിയനെയോ അതേപോലെ തന്നെ സർപ്പനെയോ അതേപോലെ തന്നെ നമുക്ക് ശിഖിയോയോ ആവശ്യമില്ല. 7 ഗ്രഹങ്ങൾ മാത്രമേ വേണ്ടതുള്ളൂ. അത് എപ്പോഴും ഞാൻ പറയാനുള്ളത്, ഗ്രഹനിലയിൽ രാഹു കേതുക്കളെ യാതൊരു ആവശ്യമില്ല. പ്ലാനറ്റ്സ് ഗ്രഹങ്ങളെയാണ് നമുക്ക് ആവശ്യം. അപ്പൊ നമുക്ക് നോക്കാം. ഈ പുരുഷൻ ജാതകത്തിൽ ലഗ്നം വന്നിരിക്കും. ലഗ്നാധിപൻ ആരാണ്? ലഗ്നാധിപൻ നമ്മുടെ തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിന്റെ ലഗ്നാധിപൻ ആരായിട്ട് വരും? ശുക്രനാണ്. ശുക്രൻ അവിടെ കേന്ദ്രസ്ഥാനത്തിൽ നിന്ന് 10-ാം ഭാവത്തിൽ നിന്ന് കർമ്മസ്ഥാനത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല ലഗ്നത്തിലേക്ക് 3-ാം 6-ാം ഭവനാധിപൻ ലഗ്നത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ലഗ്നത്തിലേക്ക് പരിപൂർണമായിട്ടും ബലമുണ്ട് എന്നുള്ളതും കൂടിയാണ്. കാരണം ലഗ്നത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നിരിക്കുന്നു. അപ്പോ ഇനി 7-ാം ഭാവം നോക്കുമ്പോൾ നോക്കൂ, 7-ാം ഭാവം എവിടെ? ഈ തുലാ രാശിന്റെ 7-ാം ഭാവാധിപനാരാണ്? കുജനാണ്. കുജൻ നിങ്ങൾ പറയും നീചാവസ്ഥയിലല്ലേ നിൽക്കണത് എന്ന് പറയും. ആ ഭാവം പോയി. സ്ത്രീ ജാതകത്തിൽ ലഗ്നത്തിൽ കുജനുണ്ട്, ഇവിടെ 7-ാം ഭവനാ നീചത്തിലും പോയി എന്ന് പറയും. ശാസ്ത്രീയമായിട്ട് തെളിയുമ്പോൾ പറയും യോജിക്കാൻ പറ്റൂല എന്ന്. പക്ഷെ യുക്തിപൂർവ്വം ചിന്തിക്കണം. ഈ ലഗ്നാധിപൻ ആരാണ്? ശുക്രനാണ്. 7-ാം ഭവനാധിപൻ ആരാണ്? കുജനാണ്. 7-ാം ഭവനാധിപനും ശുക്രനും തമ്മിൽ യോഗം ചെയ്ത് 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ ദോഷമല്ല പറയേണ്ടത്. കാരണം 7-ാം ഭവനാധിപൻ ലഗ്നാധിപൻ ഭാവ അനുഭവം കൊടുത്തു എന്നുള്ളതും കൂടിയാണ്. ഇവിടെ എന്ത് പറയും നിങ്ങൾ? ഈ കുജന് ശുക്രൻ ഏതൊരു ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ എന്താ പറയാ, ഈ മറ്റ് സ്ത്രീകളോട് താല്പര്യമേറുന്ന ഒരു സ്വഭാവം ഉണ്ടാകും എന്നാ പറഞ്ഞത്. ശരിയാണോ? അല്ല. ഏത് ഗ്രഹനില കണ്ടുകഴിഞ്ഞാൽ ജ്യോതിഷകൾ ഒന്നേ പറയാനുള്ളൂ, ഈ ശുക്രനും കുജനും യോഗം ചെയ്യുമ്പോൾ അല്ല. ഇവിടെ ലഗ്നാധിപനും 7-ാം ഭവനാധിപനും തമ്മിലുള്ള യോഗത്തോടു കൂടി നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രഹനിലയ്ക്ക് വേറെ 7ലേക്ക് വേറെ ശനിബന്ധം ഉണ്ടോ? 7ലേക്ക് ശനിബന്ധമില്ല. അതുമാത്രമല്ല 7ലേക്ക് ചന്ദ്രന്റെ ഒരു ദൃഷ്ടി ഉണ്ടെങ്കിലും ഒരു ചന്ദ്രൻ ആരാണ്? 10-ാം ഭവനാധിപൻ, ദുസ്ഥാനത്തിന്റെ അധിപൻ അല്ലാത്തത് കൊണ്ട് ചന്ദ്രൻ 7ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഒരു ഗർവ് ചെറുതായിട്ട് ഉണ്ടായെങ്കിലും ഇവിടെ ചന്ദ്രൻ ലഗ്നാധിപനാണ്. അത് ബാലൻസ് ചെയ്തു. ഇവിടെയും നോക്കൂ, ഈ 7-ാം ഭാര്യകാരകനും ഭർത്തകാരനും തമ്മിൽ യോഗം വന്നു കഴിക്കുന്നു. ഇവിടെ ലഗ്നാധിപനും 7-ാം ഭവനാധിപനും തമ്മിൽ ബന്ധം വന്നിരിക്കുന്നു. അത് മാത്രമല്ല വേറെ നോക്കുക, ഈ ലഗ്നത്തിന്റെ 7-ാം ഭവനാധിപൻ നോക്കൂ, സ്ത്രീ പുരുഷൻ, അതായത് ഓജരാശി. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്താ പറയാ, സ്ത്രീ രാശി സ്ത്രീ ഗ്രഹനിലയിൽ സ്ത്രീയുടെ 7-ാം ഭാവം നമ്മുടെ സ്ത്രീ. ഇങ്ങനെയാണ് രാശി പൊരുത്തം നോക്കേണ്ടത്. കാരണം സ്ത്രീയുടെ 7ാമത്തെ രാശി സ്ത്രീ തന്നെയാണ്. ആ സ്ത്രീ രാശിയാണ്. പുരുഷന്റെ 7ാമത്തെ രാശി പുരുഷ രാശിയാണ്. 7ാമത്തെ രാശി ഓജരാശിയും സ്ത്രീയുടെ 7ാം ഭാവത്തെ യുഗ്മരാശി കൂടി. രണ്ടുപേരും രാശി പൊരുത്തം ഇങ്ങനെയാണ് നോക്കേണ്ടത്. അല്ലാതെ രാശി പൊരുത്തം വേറെ ഗണപ്പൊരുത്തം എന്ന് പറഞ്ഞല്ലോ. രണ്ടുപേരുടെ രാശി പൊരുത്തങ്ങൾ തമ്മിലുള്ള സ്ത്രീയുടെ പുരുഷന്റെ അല്ലെങ്കിൽ ഒരു വ്യത്യാസമില്ലാതെ 7ാമത്തെ രാശിയിൽ ഇതിവിടെ ഓജരാശി, ഇതൊരു യുഗ്മരാശി. അപ്പൊ രണ്ടുപേർക്ക് അവിടെ ബന്ധം വന്നു എന്നുള്ളതും കൂടിയാണ്. ഇവിടെ സന്താന ഭാവത്തിലേക്ക് 5-ാം ഭവനാധിപനായ
ശനി എവിടെ പോയി? ശനി 5 ഭാവാൽ ഭാവനാധിപൻ ദൃഷ്ടി, അതായത് 5-ാം ഭവന 5-ലേക്കുള്ള ദൃഷ്ടി തന്നു. സന്താന കാരകനും തമ്മിലുള്ള യോഗം ബന്ധം വന്നു. അപ്പൊ അങ്ങനെ ഇവിടെ അപ്പൊ നിങ്ങൾ പറയും ഭർത്തകാരന് പുരുഷ ജാതകത്തിൽ ശുക്രന് എപ്പോഴും ബലം പറഞ്ഞു. ശുക്രന് ശനി ബന്ധമുണ്ടോ? ഇല്ല. ശുക്രന് 7-ാം ഭവന ഭാവാനുഭവം ഉണ്ടായി. അവിടെ ദോഷം പറയരുത്. അവിടെ യോഗഫലമാണ് പറഞ്ഞത്. കല്യാണത്തിന് നല്ല യോജിച്ച് പോകാൻ പറ്റുന്ന ഒരു ഗ്രഹനില തന്നെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് 5-ാം ഭാവത്തിലേക്ക് ദോഷമുണ്ട്. കാരണം 5-ാം ഭാവനാധിപൻ ഭാവവുമായിട്ട് ബന്ധമും സന്താനക്കാരന് 5-ാം ഭാവന യോഗ ബന്ധമുണ്ട്. അവിടെയും ദോഷമില്ല. ഇനി രണരണി ഭാവം ഘടനാപുരത്വം ഉണ്ടോ നോക്കണം. അതാണ് വളരെ പ്രധാനം. നോക്കൂ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടത് ഈ ലഗ്നത്തിന്റെ 7-ാം ഭവനാധിപൻ എന്ന് പറയുന്നത് സ്ത്രീജാതത്തിൽ ശനിയാണ്. ആ ശനി പുരുഷ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു നോക്കണം. ആ ശനി നിൽക്കുന്ന രാശിയിലോ, ശനിയുടെ ഉച്ചരാശിയിലോ, ശനിയുടെ നീചരാശിയിലോ പുരുഷന് ലഗ്നമോ ചന്ദ്രനോ വരണം. വന്നിട്ടുണ്ടോ? ഈ ലഗ്നത്തിന് ശനി എവിടെ നിൽക്കുന്നു? ശനി നിൽക്കുന്ന രാശിയിലില്ല. ശനിയുടെ ഉച്ചരാശിയിൽ നോക്കൂ, ഉണ്ട്. ശനിയുടെ ഉച്ചരാശിയിൽ ലഗ്നവും ചന്ദ്രനും വന്നിട്ടുണ്ട്. 2 ബന്ധമാണ് അവിടെ വന്നിരിക്കുന്നത്. ലഗ്നമോ ചന്ദ്രനോ വരണം എന്നുണ്ട്. അതപ്പോ ഒന്നുകൂടി പറഞ്ഞാൽ, ഈ സ്ത്രീജാതത്തിൽ 7-ാം ഭവനാധിപൻ ശനി ഈ പുരുഷജാതത്തിൽ എവിടെ നിൽക്കുന്നു? നമ്മുടെ ധനു നിൽക്കും. ധനുവിലോ, ഉച്ചരാശിയിൽ തുലാത്തിലോ, നീചരാശിയിൽ നമ്മുടെ മേടത്തിലോ നിൽക്കുന്നുണ്ട് നോക്കണം. ഇവിടെ നോക്കൂ, ഉച്ചരാശിയിൽ ലഗ്നവും ചന്ദ്രനും വന്നുണ്ട്. രണരണി ഭാവം സ്ത്രീയിൽ നിന്ന് പുരുഷനുണ്ട്. ഇനി നേരെ തിരിച്ചുണ്ടോ നോക്കണം. ഈ ലഗ്നത്തിന്റെ 7-ാം ഭവനാധിപനായ കുജൻ സ്ത്രീജാതകത്തിൽ എവിടെ നിൽക്കുന്നു? ആ കുജൻ നിൽക്കുന്ന രാശിയിലോ, കുജന്റെ ഉച്ചരാശിയിലോ, കുജന്റെ നീചരാശിയിലോ മറ്റേയാൾക്ക് ലഗ്നമോ, സ്ത്രീക്ക് ലഗ്നമോ ചന്ദ്രനോ വേണോ? നോക്കിയേ, സ്ത്രീയുടെ ജാതകത്തിൽ 7-ാം ഭവനാധിപൻ കുജൻ നിൽക്കുന്ന രാശിയിൽ ലഗ്നവും ചന്ദ്രനും വന്നിട്ടുണ്ട്. കുജൻ നിൽക്കുന്ന രാശിയാണ്, കുജന്റെ നീചരാശിയാണ്. അവിടെ ലഗ്നവും ചന്ദ്രനും വന്നിരിക്കുന്നു. പരസ്പരം 2 പേർക്കും 2 ചന്ദ്ര ലഗ്നം ഇവിടെ പരസ്പര രണരണി ഭാവം ഉണ്ട്. ഇങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ഒരു വിവാഹ പൊരുത്തം നോക്കുന്നത്. അതേപോലെ തന്നെ ഇനി ചന്ദ്രാൽ നമുക്ക് നോക്കാം. ഇതാണ് ചന്ദ്രാലൊക്കെ മാർക്ക് ഇടുമ്പോൾ ഇത് ആർക്കും അറിയാം. എന്താണ് രണരണി ഭാവം പോലും അറിയാത്ത ജ്യോതിഷകളാണ് ഈ കേരളത്തിലുള്ളത് പലരും. കാരണം പഠിച്ചെന്താ, നേരെ സോഫ്റ്റ്വെയർ കയറുക, എന്നിട്ട് പ്രിന്റ് ഔട്ട് എടുക്കുക, പുരുഷന്റെ സ്ത്രീയുടെ നക്ഷത്രം എടുക്കുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ഉത്തമം 10-9 പൊരുത്തം. പക്ഷെ 7-ാം ഭാവം 2 പേരുടെ പോയി കിടക്കല്, അല്ലെങ്കിൽ സാധാരണക്കാർ പോയി കഴിഞ്ഞാൽ പെട്ടുപോണത്. ഈ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഇനി ചന്ദ്രാൽ നോക്കാം. ചന്ദ്രാൽ 7-ാം ഭവനാധിപൻ സ്ത്രീജാതകത്തിൽ എവിടെ നോക്കണം? പുരുഷജാതകത്തിൽ നോക്കണം. ചന്ദ്രാൽ 7-ാം ഭവനായ ശനിയാണ്. ഇവിടെ ശനി തന്നെയാണ്. ഇവിടെ ഉച്ചത്തിൽ വന്നു കഴിഞ്ഞ് ഇവിടെയും ഉച്ചക്ഷേത്ര. ചന്ദ്രാൽ 7-ാം ഭവനാധിപൻ ഉച്ചക്ഷേത്രമായ ശനിയുടെ അവിടെയും വന്നിരിക്കുന്നു. ചന്ദ്രന് ലഗ്നം വന്നിരിക്കുന്നു. ഇവിടെയും രണരണി ഭാവം ഘടനാപുരത്വം കൊടുത്തു എന്നുള്ളതും കൂടിയാണ്. ഇനി നോക്കൂ, ഈ അതുമാത്രമല്ല, ഈ ലഗ്നത്തിന്റെ എന്താ പറയുക, ലഗ്നവുമായിട്ട് ബന്ധപ്പെടുന്ന ഗ്രഹങ്ങൾ മറ്റേ ആൾക്ക് ലഗ്നവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ ഘടനാപുരത്വവും ഉണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. കാരണം ഇവിടത്തെ ഈ ലഗ്നത്തിന്റെ 7-ാം ഭവനാധി കുജനാണ്. ആ കുജൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ആളുടെ ലഗ്നവുമായിട്ട് ഈ ലഗ്നത്തിൽ 7-ാം ഭവനാധി ലഗ്നവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ ലഗ്നവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഘടനാപുരത്വവും ഉണ്ട്. ഇനി ചന്ദ്രാൽ നേരെ തിരിച്ചുണ്ടോ നോക്കാം. ഈ ലഗ്നത്തിന് ചന്ദ്രാൽ 7-ാം ഭവനാധിപനാരാണ്? കുജനാണ്. കുജൻ നിൽക്കുന്ന രാശിയിലോ, കുജന്റെ ഉച്ചരാശിയിലോ, കുജന്റെ നീചരാശിയിലോ മറ്റേ ആൾക്ക് ലഗ്നമോ ചന്ദ്രൻ അതും വന്നിട്ടുണ്ട്. നോക്കി എത്ര രണരണി ഭാവമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ശുക്രാൽ നോക്കാം. ശുക്രാൽ നോക്കുമ്പോൾ സ്ത്രീജാതകത്തിൽ ശുക്രന്റെ 7-ാം ഭാവന് ബുധനാണ്. ബുധൻ ഇവിടെ നിൽക്കുന്നു. പുരുഷജാതകത്തിൽ ബുധൻ നിൽക്കുന്ന രാശിയിലോ, അതെ മിഥുനത്തിലോ, ബുധന്റെ നീചരാശിയിൽ മീനത്തിലോ, ബുധന്റെ ഉച്ചരാശിയിൽ കർക്കിടകത്തിലോ വന്നിട്ടില്ല. അവിടെ പോയി. ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞപ്പോ ഈ പുരുഷജാതക ശുക്രന്റെ 7-ാം ഭവനാധിപനായ ശനി സ്ത്രീജാതത്തിൽ എവിടെ നിൽക്കുന്നു? ശനി നിൽക്കുന്ന രാശിയിലോ, ശനി ഉച്ചരാശിയിലോ, ശനി നീചരാശിയിലോ വന്നിട്ടില്ല. അപ്പൊ അത് വേണ്ട. ബാക്കി ഏകദേശം 1, 2, 3 ഏകദേശം ചന്ദ്രനും ലഗ്നവും ഉണ്ട്. അപ്പൊ 2, 2, 3 പൊരുത്ത്. ഇവിടെ 3 രണരണി ഭാവം വന്നു. ഇവിടെ 3 പരസ്പരം നല്ല രണരണി ഭാവം ഘടനാ പൊരുത്തമുണ്ട്. ഇവിടെ ഒരു ശുക്രനും കുജനും കൊണ്ട് പരസ്പര ബന്ധം എന്ന് പറയുന്നത് അവനെ പിടിച്ചിരിക്കണം നമുക്ക്. കാരണം ഇവിടെ ലഗ്നാധിപൻ 7-ാം ഭവനം പരസ്പര യോഗ നീചത്തിലാന്ന് തോന്നിയും ഈ കുജൻ കർക്കിടക രാശിയിൽ പരിപൂർണ്ണ നീചത്വമല്ല അറിയണത്, മിക്സഡ് ഫലമാണ് പറയുന്നത്. എല്ലാ വിഭവങ്ങൾ കൊണ്ടുള്ള ഇത്. അത് മാത്രം വൈകുന്നേരം വരെ വെള്ളം
വെള്ളം കോരിയിട്ട് വൈകുന്നേരം കല ഉടയ്ക്കും, ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ, ലളിതമായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ 7ാം ഭവനാധിപൻ ലഗ്നാധിപന് യോഗം ചെയ്ത് നിന്നിട്ട് ഈ ഗ്രഹത്തിൽ ബാലൻസ് ചെയ്ത് കൊടുത്തു മാത്രവുമല്ല, ഇവിടെ നോക്കുക രണരണി ഭാവം ഘടനാ പൊരുത്തം വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനില. ഇങ്ങനെയാണ് ഒരു ഗ്രഹനില എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് പൊരുത്തം പരിശോധിക്കുക. ഇങ്ങനെയാണ് ഞാൻ പൊരുത്തം നോക്കി കൊടുക്കുന്നത്. നക്ഷത്ര പൊരുത്തം അതേപോലത്തെ ഗണപ്പൊരുത്തം എന്ന് പറഞ്ഞ മാർക്ക് ഇട്ട പോലെയല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഇതാണ് യഥാർത്ഥ ജ്യോതിഷ പൊരുത്തം നോക്കേണ്ടത്. ഇങ്ങനെയാണ് നോക്കേണ്ടത്. 100% ഒന്നും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ഗ്രഹനില കിട്ടത്തില്ല. അതിനാണ് നമുക്ക് ഒരാളുടെ 7ാം ഭാവനാധി 8ൽ പോകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു ഗ്രഹനിലയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് പറയണത് അത് മാത്രമല്ല സന്താനഭാവം, പുരുഷന്റെ സന്താനഭാവം നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ദോഷമില്ല. സന്താനഭാവം ഇവിടെ ചെറിയൊരു ഇതെന്ന് വെച്ചാൽ ഭാവാൽ വ്യാഴത്തിന് ചെറിയൊരു 8ലേക്കുള്ള ഒരു ചെറിയൊരു സഞ്ചാരമുണ്ട്. വല്ല ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നല്ല ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഗ്രഹനില തന്നെയാണ്. പക്ഷെ എന്താ ഇവിടെ ഭാവാൽ 5ാം സന്താനഭാവം നോക്കിക്കഴിഞ്ഞപ്പോൾ 5ലേക്ക് ഈ സന്താന കാരകന്റെ ദൃഷ്ടി, 5ാം ഭവനാധിപന്റെ ദൃഷ്ടി, ആ കാരകനും 5ാം ഭവനാനും തമ്മിൽ പരസ്പര ബന്ധം, അതുപോലെ തന്നെ ഈ സന്താനത്തിന്റെ ആരോഗ്യമുള്ള രജസിനെ തരുന്നത് രവിയാണ്. ആ രവിയും വ്യാഴും തമ്മിലുള്ള ബന്ധം, ആ സന്താനക്കാരും തമ്മിലുള്ള ബന്ധം, ഓവുലേഷൻ ശ്രമത്തിന്റെ കാരൻ ശുക്രൻ ലഗ്നാധിപനാണ്. ആ ലഗ്നാധിപൻ തമ്മിലുള്ള യോഗം, അവിടെ 5ാം ഭാവം കൊണ്ട് ദോഷമില്ല. കർമ്മസ്ഥാനം 2 പേരുടെ വലിയ ദോഷമില്ല. 2 പേരുടെ 10ാം ഭാവമൊക്കെ സമ്പുഷ്ടമാണ്. 2ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. 2ാം ഭവനാധിപനാരാണ്? കുജനാണ്. ആ കുജൻ 2ാം ലഗ്നാധിപനായിട്ട് യോഗം ചെയ്യുമ്പോൾ 2ാം ഭാവത്തിലേക്ക് ദോഷമില്ല. ശ്രീജാതകത്തിൽ 2ാം ഭവനാധിപൻ രവിയാണ്. രവി 10ൽ നിൽക്കുകയാണ്. അപ്പൊ എല്ലാം കൊണ്ടും 2ാം ഭാവം 5ാം ഭാവം എല്ലാം സമ്പുഷ്ടമായിട്ട് നിൽക്കുകയാണ്. ഇതിന് ബാലൻസ് ചെയ്ത് ഈ ഗ്രഹങ്ങളിലേക്ക് ചെറിയ ദോഷം കൊടുത്തപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് കൊടുത്തു. കാരണം നല്ല കട്ടയ്ക്ക് രണരണീയ ഭാവം കിടക്കുകയാണ്. ഇങ്ങനെയാണ് രണരണീയ ഭാവം ഘടനാപുരത്തൊക്കെ നോക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് 100% കിട്ടത്തില്ല. കാരണം അതേപോലെ 100% നമുക്ക് അതിന് ബാലൻസ് ചെയ്ത് പോവാൻ ഇതേപോലെ ഗ്രഹങ്ങളിലൊക്കെ അഡപ്പടല പരിശോധിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വിവാഹത്തിലേക്ക് കൊടുക്കുന്നത്. അല്ല ഓടി ചെന്നിട്ട് 2 മിനിറ്റ് കൊണ്ട് സോഫ്റ്റ്വെയർ എടുത്തിട്ട് വീട്ടുകാരെ തന്നെ നോക്കി നല്ല ജ്യോതിഷം, അവസാനം നിങ്ങളുടെ കൊച്ചുങ്ങളുടെ കണ്ണീര് കാണാതെ യുക്തിപൂർവ്വം ചിന്തിച്ചിട്ട് കൈകാര്യങ്ങൾ ചെയ്യാം. ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ട് വിവാഹം നോക്കി കൊടുത്ത്, നക്ഷത്രത്തിന്റെ പുറകെ പോയിട്ട് വിവാഹം നോക്കി കൊടുത്തിട്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ജാതകം പേടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് ജ്യോതിഷത്തിൽ പോകുമ്പോൾ ഒന്നോർക്കുക, നിങ്ങൾ തന്നെ നിങ്ങളുടെ കൊച്ചുങ്ങളുടെ കണ്ണീരിലേക്ക് ഒരു ഫസ്റ്റത്തെ നിങ്ങൾ തന്നെയാണ് അതിലേക്ക് കാരണക്കാരി. കാരണം എന്താ, യഥാർത്ഥ ജ്യോതിഷത്തിലൂടെ പൊരുത്തം നോക്കാതെ വിവാഹം കഴിച്ചു കൊടുത്തതിന്റെ ഏറ്റവും വലിയ പോരായ്മ. അപ്പൊ നിങ്ങൾ ചോദിക്കും ആര് പറയണതാണ് കേൾക്കേണ്ടതെന്ന്. ആരും പറഞ്ഞ കേൾക്കണ്ട, നിങ്ങൾ യുക്തിപൂർവ്വം ചിന്തിക്കുക. കാരണം നമ്മൾ നിങ്ങൾക്ക് ഒരേപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് അനുകൂലത്തിൽ വരാൻ വേണ്ടി, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.